നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വലിയൊരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ട സാമഗ്രികളെല്ലാം തയ്യാറായി കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ നമ്മൾ നിറച്ചു. കാരണം മാരത്തൺ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. റീസൺ എന്താണെന്നറിയാമല്ലോ. അതുകൊണ്ട് എല്ലാം നിറച്ച് ഒതുക്കി വെച്ചു. പിള്ളേരുടെ, പിന്നെ എൻ്റെ കുറച്ച് വെജ് വിഭവങ്ങൾ, പിന്നെ അതേ ഹസ്ബൻഡിൻ്റെ ദ ഗ്രേറ്റ് സാമിൻ്റെ കുറേ അധികം വിഭവങ്ങൾ, ഇതൊക്കെ ഞാൻ കാണിച്ചതാണല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം മടിച്ച് ഞാനിങ്ങനെ നമ്രമതിയായിട്ട് നടന്നു വരുന്ന കണ്ടോ. സത്യം പറയാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷീണം, എന്താണെന്നറിയത്തില്ല. അപ്പം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് തന്നെ ചെയ്യണം, വേറെ ആരുമില്ല. അപ്പം ഞാൻ പതുക്കെ നമ്മളുടെ എല്ലാ ഐറ്റംസ് എടുത്ത് പുറത്തേക്ക് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കടന്നാലോ. കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനുള്ള മസാലകൾ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഗരം മസാലയും പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ പെപ്പറും പിന്നെ നമ്മളുടെ പെരിഞ്ചീരകവും സരക്കുട്ടി ഉണ്ടാകാനാണ് ചിരിക്കുന്നത്. ഹലോ വരാ. പെരിഞ്ചീരകവും സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാനുണ്ടല്ലോ ഈ ഗരം മസാല നമ്മളുടെ മസാല കൂട്ടായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. കുരുമുളകും അതേപോലെ തന്നെ പെരിഞ്ചീരകവും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കിത് പൊടിച്ചിടാം. ഓക്കെ, പൊടിച്ച് നല്ല ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് അത് പൊടിച്ചിടാം. ഈ ഫ്രഷ് ആയിട്ടുള്ള മസാലകൾ കറിയിൽ ഇടുന്നതിന്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയല്ല. അപ്പൊ ഗരം മസാലയിൽ ഞാൻ കുറച്ചും കൂടെ എന്റേതായ രീതിയിൽ കുറച്ച് സംഭവങ്ങളോട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ബാക്കി വോയിസ് ഓവർ ആയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ബാക്കി ഇതിന്റെ വോയിസ് ഓവർ ചെയ്യാം. അപ്പം നമ്മുടെ ഗരം മസാല തന്നെ ആവട്ടെ അല്ലേ ആദ്യം. ഇത് ഗോൾഡൻ സ്പൈസസിൻ്റെ ആണ് കേട്ടോ ഈ സംഭവം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എനിക്ക് ഇതിന് ചൂസ് ചെയ്യാൻ, എനിക്ക് പേഴ്സണലി ഇത് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പട്ട, കുരുമുളകൊക്കെ ഇതിൽ ഇത്തിരി കൂടുതൽ കാണാറുണ്ട്. ഏലക്ക കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന കസൂരി മേത്തി മാത്രമാണ് കേട്ടോ. അപ്പോൾ കസൂരി മേത്തി ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യുക നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈ റോസിൻ്റെ പെറ്റൽസ് ഒക്കെ ഇല്ലേ, റോസ് പെറ്റൽസ്, അത് ഡ്രൈഡ് ആയിട്ടുള്ളതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മഴയില്ലായിരുന്നെങ്കിൽ നമുക്കിനെ പുറത്ത് വെച്ചിട്ടൊന്ന് വെയിലൊക്കെ കൊള്ളിച്ചിട്ടൊന്ന് ഇങ്ങനെ വറുത്തെടുത്താൽ മതിയായിരുന്നു. ഇതല്ല, ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതിയായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ മഴയുടെ കാലാവസ്ഥ ആയതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് അധികം ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ കത്തിപ്പോവും. അപ്പോൾ ഒന്ന് ബിഗിനേഴ്സിനോട് ഉള്ളത് ഇതേ ഉള്ളൂ. ബിഗിനേഴ്സ് ആകുമ്പോൾ കൂടുതൽ അങ്ങ് ചൂടാക്കരുതേ, ലൈറ്റായിട്ട് ചൂടാക്കിയാൽ മതി. പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, ഒരു കാരണവശാലും ഇങ്ങനെ പൊടിച്ച പൊടിയായിട്ട് വാങ്ങൂലായിരുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടില് കുരുമുളകും പട്ട, ഗ്രാമ്പു, പിന്നെ അതേ ഗരം മസാല ആണെങ്കിലും അതിന്റെ ചേരുവകളൊക്കെ ഇട്ടിട്ട് ഏലക്കായ ഇത്തിരി കൂടുതൽ ഇടുമായിരുന്നു. അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തത് വെച്ചിട്ടാണ് ഇങ്ങനെ ബീഫും അതേപോലെ തന്നെ ചിക്കനും എന്ന് വേണ്ട അതിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ പൊടിയായിട്ട് വാങ്ങിയതൊക്കെ വളരെ ചുരുക്കമാണ്. പിന്നെ നമ്മളുടെ സൗകര്യങ്ങളൊക്കെ ഓരോന്നോരോന്നും നമുക്ക് കൂടി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എല്ലാം റെഡിമെയ്ഡ് ആയിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വെക്കുന്നത് ഒരു പ്രത്യേക ഒരു പഴമ, അത് തന്നെ ഒരു സുഖമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെയൊക്കെ സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മല്ലിയില്ലേ, മല്ലി ഇതേപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് ഉണക്കിയിട്ട് മല്ലി പൊടിച്ച് എടുക്കുന്നത്, അങ്ങനെ എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞളാണെങ്കിലും അത് ഭയങ്കര രസമല്ലേ. അത് ഉണക്കമുളക് പൊടിച്ചെടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സമയത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സമയം ഉണ്ടെങ്കിൽ ഞാനും എന്റെ സാറേയും കൂടെ അവിടെ കലക്കിയല്ലേ. അപ്പൊ ഇതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇങ്ങനെ ചെയ്യാം. നമുക്കുള്ള സമയമാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഓൺ വോയിസ് കൊടുത്തത്. അല്ലെങ്കിൽ അത് ഞാൻ പറയുന്ന സമയത്ത് വിട്ടുപോകും. ഞാൻ പ്രത്യേകിച്ച് ഇതൊക്കെ ആലോചിക്കണമെന്നുണ്ടല്ലോ, നമ്മുടെ പെരുന്നാളൊക്കെ വരത്തില്ലേ പണ്ടത്തെ കാലത്ത് കേട്ടോ. ഞാനിപ്പോ എന്റെ വീട്ടില് ഞാൻ പൊടിച്ച് വാങ്ങിച്ചിട്ട് ഇങ്ങനെ പൊടിക്കലാണ്, അല്ലാണ്ട് പൊടിയായിട്ട് അങ്ങനെ വാങ്ങാറില്ല. അധികം കൂട്ടിയിടരുത്, കത്തിപ്പോവും. കണ്ടോ ചേക്കുന്നുണ്ടോ, കുഴപ്പമില്ല, ഇനിയിപ്പോൾ ആയിക്കോളും. പക്ഷേ നമ്മളുടെ പണ്ടത്തെ ഈ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരും, ഈസ്റ്ററിന്റെ സമയത്തൊക്കെ ഉണ്ടല്ലോ, ബെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളല്ലോ. ഇപ്പോഴേ റിലേറ്റീവ്സ് ഒന്നും ഇല്ലാത്തത്. അപ്പൊ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പൊടിക്കും. അപ്പൊ ആ മണവും കാര്യങ്ങളൊക്കെ നമ്മുടെ മൂക്കിൽ ഇങ്ങനെ വരും. നമ്മൾ ആ സമയത്ത് അടുക്കളയിൽ കയറാത്ത സമയം കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം കയറുള്ളൂ, അല്ലാണ്ട് നമ്മൾ അടുക്കള ഭാഗത്തേക്കേ പോവാറില്ലല്ലോ. എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ആ വരുന്ന ആ സ്മെല്ലുണ്ടല്ലോ, നമുക്ക് ഇപ്പം ആ സ്മെല്ല് കേൾക്കുമ്പോൾ ഇപ്പൊ ഫീൽ ചെയ്യുന്നു അന്നത്തെ കാലത്ത് ആ ചിന്തയും കാര്യങ്ങളൊക്കെ. ശരിക്കും നമ്മൾ ആ ബാക്കിലോട്ട് അങ്ങ് പോകുന്നു കേട്ടോ. അതൊരു പ്രത്യേക ഒരു സുഖം തന്നെയാണല്ലേ. അപ്പൊ ഞാൻ എന്താണെങ്കിലും കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല, സംഭവത്തിലോട്ട് കിടക്കാം അല്ലെ. അടുത്ത് നമ്മുടെ ഫൈനലാണ് നമ്മുടെ പെരിഞ്ചീരകം.
പെരുംജീരകവും ഇതേപോലെ തന്നെ നമ്മൾ ബീഫിലൊക്കെ ഇടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കത്തില്ലേ, ബീഫില് പിന്നെ ചെമ്മീനില് അല്ല നമ്മൾ കൂന്തലില് എന്തിനാണെങ്കിലും പെരുംജീരകം ഇടാം. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇങ്ങനെ അമിതമായിട്ടുള്ള ചെലവ് വരുന്നത് പുല്ല് വരുമ്പോഴാണ്. ഇല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1, 2, 3 മാസമൊക്കെ ഞങ്ങൾക്ക് ഇരിക്കും. ഞാനിങ്ങനെ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവിയലൊക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോഴാണ് ഈ ജീരകവും കാര്യങ്ങളുടെയൊക്കെ ആവശ്യം. പിന്നെ പിള്ളേർക്ക് ചിക്കൻ കറി ഉണ്ടാക്കുമ്പം ഗരം മസാല ഇടും അങ്ങനെയൊക്കെ. എന്നോട് ഞാൻ സാമിന് ഇപ്പൊ കൊടുത്തു വിടാറുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നടന്നില്ല ഗരം മസാല, കാരണം ഒന്നാമത്തെ കാര്യം ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കും സമയം ഉണ്ടായിരുന്നില്ല. പുലി പോകുന്നതിന്റെ തലേന്നൊക്കെ ഞാൻ കിടപ്പിലായിരുന്നു. എനിക്ക് ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എന്നോടൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തിട്ടോ, അത് ചെയ്തു. അപ്പം പെരുംജീരകവും ഇത് പൊടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പണി കുറവായിരിക്കുമല്ലോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, അധികം ചൂടാക്കണ്ട. ശരിക്കും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വെയിലിൽ പുറത്ത്, നമ്മുടെ നല്ല വെയിലുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ പുറത്ത് വെച്ചാൽ മതി. അല്ലാതെ പക്ഷെ ഇപ്പൊ നമുക്ക് മഴയല്ലോ, ഒന്നും വിശ്വസിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പാനിൽ ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കുന്നില്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇപ്പോഴത്തെ ചൂടനുസരിച്ച് നന്നായിട്ട് അങ്ങോട്ട് ആയിക്കോളും. പക്ഷെ ഇപ്പൊ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. മക്കളെ, അപ്പം നമ്മളുടെ മസാലകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് തണുപ്പിക്കാൻ വെക്കാം. തണുക്കാണ്ട് നമ്മുടെ മിക്സിയിൽ ജാറിലിട്ടൊന്നും അടിക്കല്ലേ കേട്ടോ. ഇതൊക്കെ അബദ്ധമൊക്കെ ചേച്ചിക്ക് പറ്റിയിട്ടുണ്ട്, അതാണ് പറയുന്നത്. തെറിച്ച് നമ്മുടെ മുഖത്തേക്ക് വീഴും, അത്ര സുഖമല്ല ആ അവസരങ്ങളൊക്കെ. പിന്നെ നമുക്ക് അതിന് ശേഷം ഇപ്പം നമുക്ക് മാവ്, നമ്മുടെ എന്താ പറയുക, അപ്പത്തിൻ്റെ മാവ് അടിച്ചു വെക്കാവേ. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ കുതിർത്ത് വെച്ച പച്ചരിയുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഷുഗർ ഉണ്ട്, പിന്നെ ഗ്രേറ്റഡ് ആയിട്ടുള്ള കോക്കനട്ട് ഉണ്ട്. പച്ചരി ഒരു 6 to 7 hours ഞാൻ കുതിർത്തി വെക്കാറുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയിലേ ഞാൻ പറയുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഭയങ്കര സ്പീഡ് കൂട്ടിയിട്ടപ്പം എനിക്കിങ്ങനെ ഒരു കമൻറ്റ് വന്നായിരുന്നു, ജസ്റ്റ് ഒന്ന് പറയുമോ, അത് അടിക്കണമെന്ന് കാണിക്കാമായിരുന്നു എന്നോട് പറഞ്ഞു മാവ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കുതിർത്ത് വെച്ച പച്ചരി ഫസ്റ്റ് മിക്സിയിലിട്ടിട്ട് അടിക്കും. അതിന് ശേഷമാണ് ചോറടിക്കുന്നത് കേട്ടോ. അത് നല്ല രീതിയിൽ അടിക്കും. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അരഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ ആ റിസൾട്ട് നമ്മുടെ മാവിൽ കാണുകയും ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ തരിതരി കിടന്നിട്ടുണ്ടെങ്കിൽ അത്ര സുഖമല്ല, എനിക്കിവിടെ ഇഷ്ടമല്ല. അതുകൊണ്ടിട്ടാണ്. പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മുടെ ഗ്രേറ്റഡ് ആയിട്ടുള്ള കോക്കനട്ട് ഇട്ടു, ആവശ്യത്തിന് ഈസ്റ്റ് ഇട്ടു, പിന്നെ ആവശ്യത്തിന് ഷുഗർ ഇട്ടു. ഷുഗറൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇടുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് പിഞ്ച് ഉപ്പിടുക. ചേച്ചി ഉപ്പ് ഇട്ടില്ല, മറന്നുപോയി കേട്ടോ. അത് മോള് ഇന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ നമ്മളുടെ മാവ്, നമ്മളുടെ അപ്പമൊക്കെ നല്ല രീതിയിലായി. നല്ല അപ്പമല്ലേ എത്തുന്നത് സാം? വെരി ഗുഡ്, ഓക്കെ. അപ്പം നല്ല അപ്പമൊക്കെ എല്ലാവർക്കും കൊടുത്തു. അപ്പം അപ്പം എല്ലാം കഴിച്ച് ഇപ്പോൾ രാത്രി അപ്പമായിരുന്നു ഇവിടെ. അപ്പം നമ്മുടെ അപ്പത്തിനുള്ള മാവ് നമ്മൾ തയ്യാറാക്കി വെച്ചു. കുണ്ടലം കുറച്ച് വലിയ കുണ്ടലത്തിലാണ് വെക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിലേ അത് നിറഞ്ഞ് ചിലപ്പോൾ താഴേക്ക് വീടുന്നിരിക്കും. അപ്പോൾ കുണ്ടലമൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി. അപ്പോൾ ആ പണിയും കഴിഞ്ഞിട്ട് ടപ്പേന്നാണ് ചേച്ചി പണി ചെയ്യുന്നത് മക്കളെ. പിന്നെ അതിന് ശേഷം നമ്മളുടെ ചെമ്മീൻ വൃത്തിയാക്കി. ഇപ്പോൾ ചെമ്മീൻ്റെ തലയും അതിൻ്റെ പോലെ തന്നെ അല്ലാത്ത വേസ്റ്റും കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്വന്തം അപ്പുറത്തെ പറമ്പിൽ, നമ്മൾ സ്വന്തം എന്ന് വിചാരിക്കുന്ന നാട്ടുകാരുടെ പറമ്പിലേക്ക് കൊണ്ടുവന്നിടാം. പിന്നെ അതിന് ശേഷം നമ്മുടെ ചെമ്മീൻ വിഭവങ്ങൾക്കുള്ള ഇത് ചതച്ചെടുക്കുവാണ്. അപ്പോൾ ചതച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇഞ്ചി, പിന്നെ അതേപോലെ തന്നെ ചുവന്നുള്ളി, പിന്നെ വെളുത്തുള്ളി, എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ തയ്യാറാക്കി വെക്കാമെന്ന് കരുതി. കാരണം നമ്മുടെ ബീഫ് കറിയും പിന്നെ അതേപോലെ തന്നെ ചെമ്മീൻ വരട്ടും പിന്നെ അതേപോലെ തന്നെ ബീഫ് ഒലത്തിയതും കൂടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം സെയിം ചേരുവകൾ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ എളുപ്പമാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി, ഇത്ര ഇട്ടിട്ട് നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. ഓക്കെ, ചെറുതായിട്ട്, അതായത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മളങ്ങനെ വേവിച്ചെടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. മസാല കിട്ടാൻ മതി. പക്ഷെ പ്രശ്നം പറ്റിയത് എന്താണെന്നറിയോ? ഇത് കണ്ട, ഇത് വേണ്ടിയിട്ട് നമ്മളുടെ എന്നെ പറഞ്ഞ ഗരം മസാലയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സി ഓണാക്കാൻ നോക്കിയപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല. ലൈറ്റ് കത്തുന്നത് മറ്റേ ഇൻവെർട്ടറിന്റെ ആണ്. മറ്റേ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ പുറത്തെ ഒരു ലൈൻ വർക്ക് ചെയ്യും മിക്സി അടിക്കാൻ, അപ്പുറത്തെ ലൈനും വർക്ക് ചെയ്യും ഒരെണ്ണം. പക്ഷെ എനിക്കിപ്പോ കൊണ്ടുപോയി അടിക്കാനൊന്നും ഞാനിപ്പോ ചിന്തിച്ചിട്ടില്ല. കുറെ നേരത്തേക്ക് വന്നില്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ അങ്ങനെ പോവാറില്ലല്ലേ, ലോങ് ടൈം അങ്ങനെ പോവാറില്ല. നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ലെങ്കിൽ അപ്പുറത്ത് കൊണ്ടുവന്ന് അടിക്കേണ്ടി വരും, അപ്പുറത്തെ റൂമിൽ കൊണ്ടുവന്ന് അടിക്കേണ്ടി വരും. ഇവിടെ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ പ്ലഗ് പോയിന്റ് വർക്ക് ചെയ്യില്ല. അപ്പൊ ഞാനിനിയിപ്പോ എന്ത് ചെയ്യും പിള്ളേരെ, നമുക്കൊരു കാര്യം, നമുക്ക് ബീഫ് കഴുകാം അല്ലെ, സമയം കളയണ്ട, ടൈം ഈസ് പ്രീഷ്യസ്.
വന്നോളൂ. അന്നേരം നമുക്ക് ബീഫ് നന്നായിട്ട് കഴുകി ഒരു 3 പ്രാവശ്യം ഞാൻ ബീഫ് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബീഫ് 3 പ്രാവശ്യം അല്ല കേട്ടോ, 4 പ്രാവശ്യം എന്തോ കഴുകി. ബീഫല്ലായിരുന്നു ഇത്, പോത്തല്ലേ സാമേ, പോത്തിറച്ചിയായിരുന്നേ. അത് നന്നായിട്ട് കഴുകി എടുത്ത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇത്തിരി വിനാഗിരി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം എന്തെങ്കിലും മണമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ കറണ്ട് വന്നല്ലോ സുഹൃത്തുക്കളെ. അപ്പോൾ കറണ്ട് വന്ന സന്തോഷം ആനന്ദം. അപ്പോൾ നമ്മുടെ ഗരം മസാല ആദ്യം തന്നെ അടിച്ചെടുക്കാമെന്ന് കരുതി കുരുമുളകും പെരിഞ്ചീരകവും 3ഉം ആവശ്യമാണ്. കാരണം ഇന്ന് ഉണ്ടാക്കുന്ന ചെമ്മീൻ കറിക്കും അതേപോലെ തന്നെ ബീഫ് വരട്ടിയതിനും ഒക്കത്തിനും ഇത് 3ഉം ആവശ്യമാണ്. സംഭവം ഇത്തരം കാര്യങ്ങളൊക്കെ ലേറ്റ് നമ്മൾ എന്ത് കാര്യവും നമ്മൾ എന്താ പറയണത്, നമുക്ക് എത്ര അത്യാവശ്യം കൂടുന്നുവോ അത്ര നമുക്ക് ഉണ്ടാകുന്ന പല ക്രൈസിസും ഉണ്ടാവുമെന്ന് പറയത്തില്ലേ. ചില സർക്കംസ്റ്റൻസ് നമ്മൾ ഓവർകം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. കറണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി. അങ്ങനെ കറണ്ട് പോലും കുറവാണ്, അങ്ങനെ പോവാറില്ല. പക്ഷെ എന്തോ പെട്ടെന്ന് അങ്ങ് പോയി. എൻ്റെ ലേസിനെസ് കൊണ്ടാണ് ഞാൻ ഒരു 6:30 തുടങ്ങാമെന്ന് കരുതി. പിന്നെ അത് 7 മണിയായി, പിന്നെ 7:30. അങ്ങനെ വളരെ എന്തോ ക്ഷീണം, അതിൻ്റെ ഉറക്കം വരലും മടി. ഞാൻ കാര്യം പറയാം, ഞാൻ ഉച്ചയ്ക്ക് കുറേ നേരം വെയിൽ കൊണ്ടു, അതിൻ്റെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ എണീക്കാൻ വൈകുക, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ കഴിയേണ്ടതാണ്. പിന്നെ ഞാൻ കരുതി നേരത്തെ കറിയൊന്നും ഉണ്ടാക്കി വെക്കണ്ടല്ലോ എന്നും കരുതി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ കത്തി വെക്കുന്നില്ല. നമ്മളുടെ ഗരം മസാല സന്തോഷമായിട്ട് റെഡി ആയിട്ടുണ്ട്. പെരിഞ്ചീരകവും ഗരം മസാലയും കുരുമുളകും നല്ല ഫ്രഷ്ലി ഗ്രൈൻഡഡ് ആയിട്ടുള്ള പൗഡേർഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മുടെ കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കാം. അപ്പോൾ എല്ലാം റെഡിയായി. ആ മണം കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, പണ്ടത്തെ നമ്മളുടെ അടുക്കളയില്ലേ, നമ്മുടെ തറവാടുകളിലെ അടുക്കള, ആ ഒരു ഓർമ്മയാട്ടോ വരുന്നത്. എത്ര ആളുകൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും മക്കളെ. ഇന്നൊക്കെ അത് കിട്ടാനുണ്ട്. 80s കുട്ടികൾക്കൊക്കെ അത് ഫീൽ ചെയ്യായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം റെഡിമെയ്ഡും, അവർക്കൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ആ യൂസ്ഡ് ആണ്. ഇപ്പം നമ്മളിതൊന്നും കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്കിതൊന്നും അറിയത്തില്ല. അത്രേ ഉള്ളൂ. നമ്മുടെ കാരണവന്മാർക്ക് ഇതിൽ കൂടുതൽ പഴയ കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ കഥ ചേച്ചി പറഞ്ഞ് കത്തി വെക്കുന്നില്ല. നമ്മുടെ ചെമ്മീൻ നമുക്കിനിയും അതെന്തായാലും ഇനിയിപ്പോൾ ചെമ്മീൻ എന്ത് ചെയ്യാം, ഒലത്തിയെടുക്കാം. അപ്പോൾ ചെമ്മീൻ ഒലത്താൻ വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെമ്മീൻ്റെ പരിപാടികൾ ചെയ്യുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ച് പാനിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. ആ വെളുത്തുള്ളി മൂത്തിട്ടുള്ള ആ മണമില്ലേ മക്കളെ, ആ നല്ല ചെറിയൊരു സ്മെല്ല് വരണേ. എന്നിട്ട് ആ സ്മെല്ല് വന്നൊന്ന് ജസ്റ്റ് ഒന്ന് അത് കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത്, കുറച്ച് ഇനിയിപ്പം നമ്മൾ ഒരിക്കലും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ട. ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി അത്രമാത്രം നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുക കേട്ടോ. ഇത്ര ആഡ് ചെയ്താൽ മതി. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്ര സംഭവങ്ങളാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെ അതിൻ്റെ കളറൊക്കെ മാറി. ഞാൻ തക്കാളി ആഡ് ചെയ്തായിരുന്നു അതിനിടയിൽ, അത് വിട്ടുപോയി എടുക്കാൻ. അതിനുശേഷം നമ്മൾക്ക് ആവശ്യമെങ്കിൽ നോട്ട് റിക്വയർഡ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഒരു മാഗി മസാല ആഡ് ചെയ്യുക. വെജിൻ്റെ മാഗി മസാലയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, അത് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ വറ്റിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്യുക കേട്ടോ. ഇനി ഉപ്പൊന്നും നോക്കിയിട്ടൊക്കെ ആഡ് ചെയ്താൽ മതി. ഓൾറെഡി നമ്മൾ ചെമ്മീനിൽ വറ്റിക്കുമ്പം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടി പോകരുത്. അതുകൊണ്ട് ഉപ്പൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ സമയത്ത് തന്നെ ഇവ ഓടി വന്നിട്ടുണ്ടായിരുന്നു, നല്ല സ്മെല്ലുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് ആ വരുന്നത്. അപ്പം എല്ലാ സംഭവങ്ങളും റെഡിയായി. ആൻഡ് ലാസ്റ്റ് നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കണം, നമ്മുടെ മറ്റേതില്ലേ കുരുമുളകാണ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, കുരുമുളക്. അപ്പം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു, പെരിഞ്ചീരകവും കൂടി ആഡ് ചെയ്യണം കേട്ടോ. പെരിഞ്ചീരകം ഞാൻ ആദ്യത്തെ ആ സ്റ്റെപ്പിൽ ഞാൻ പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മസാലക്കൂട്ടിൽ. അപ്പം അതോടെ നമ്മളുടെ എന്ത് റെഡിയായി, ചെമ്മീൻ ഒലത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സാമ് ചെമ്മീൻ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നില്ലേ? അതെ, സാമിന് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അടുത്ത ഒരു പ്രാവശ്യം കൂടി വാങ്ങിച്ച് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ചെമ്മീൻ റെഡിയാണ് കേട്ടോ. അപ്പം പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്യുക. ഓക്കെ, ഓക്കെ, വാട്ട് ഇറ്റ് മേ ബി. നമ്മുടെ ചെമ്മീൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചെമ്മീൻ നമുക്ക് കൊടുക്കണ്ടേ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അപ്പം നമ്മൾ ഇവക്കുട്ടിക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഇവക്കുട്ടി കമോൺ. ചൂടുണ്ട്, കുഴപ്പമില്ലല്ലോ. നല്ല ഫ്രഷാണ്. ഓക്കെ, ഉപ്പ് വരട്ട. ഓക്കെ, ഈ പുള്ളിക്കാരത്ത് സർട്ടിഫൈ ചെയ്താൽ എനിക്ക് വിശ്വാസമാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ബൈ. അപ്പൊ നമുക്ക് അടുത്ത വിഭവത്തിലോട്ട് പോവാം. പെട്ടെന്ന് ആവട്ടെ. ഇപ്പൊ തന്നെ സമയം 9:30 ആയിട്ടോ. ഓക്കേ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ബീഫിൻ്റെ പുറയിലോട്ട് പോവാം. അപ്പം നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫുണ്ട്. അപ്പോൾ ആ ബീഫിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മളൊരു സവാള നമ്മൾ അരിഞ്ഞിടുക. അതിന് ശേഷം നമ്മൾ ഒരു പച്ചമുളക്, പിന്നെ അതേപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ അതേപോലെ മസാലകളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതേപോലെ തന്നെ ആവശ്യത്തിന് ഞാൻ ചില്ലി പൗഡർ, ഇവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചില്ലി ആഡ് ചെയ്യുക. പിന്നെ നമ്മളുടെ വേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇടുന്ന സ്റ്റെപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സ്റ്റെപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതേ ഉള്ളൂ. സെയിം തന്നെയാണ്. ഞാൻ ഇപ്പം പറഞ്ഞതിനും കാണുന്നതിലും വ്യത്യാസം തോന്നുന്നു എന്നുള്ള ഫീല് വേണ്ട കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. വെള്ളം കുറച്ച് വേണമെങ്കിൽ കുറച്ച് വെള്ളം മതി, അധികമൊന്നും വെള്ളം ആഡ് ചെയ്യണ്ടല്ലോ, കാരണം ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളം വരില്ല. അപ്പോൾ ഞാൻ വളരെ കുറച്ച് വെള്ളമേ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല വേവ് ഉണ്ടായിരുന്നു. ബീഫല്ല, പോത്തായതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. നല്ല വേവ് ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കുക്കറിൽ ഒരു 4 വിസിൽ കഴിഞ്ഞ് തുറന്ന് നോക്കി, പിന്നെ അതേപോലെ തന്നെ ഒരു വിസിൽ കഴിഞ്ഞ് തുറന്ന് നോക്കി, പിന്നെ 6ാമത്തെ വിസിലായിരുന്നു കേട്ടോ ഓക്കെ ആയത്. അപ്പോൾ നല്ല വേവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എനിക്കിഞ്ഞും കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ മീനിലും കൂടി മസാല ഇട്ടേക്കാം. അപ്പോൾ ചെമ്മീൻ കഴിഞ്ഞു, ബീഫ് അടപ്പത്ത് കയറി, ഇനി മീനിൽ മസാല ഇടാം. അപ്പോൾ അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കുരുമുളക്, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, നമ്മുടെ ചെറുനാരങ്ങയിലാണ് ഞാൻ മസാല ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഇവർക്ക് ഇഷ്ടമായത് കൊണ്ടിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ മീനെ അങ്ങോട്ട് കുളിപ്പിക്കുക മസാലയിൽ. പിന്നെ ഇതിപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്, നാളെ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു പണിയാണ് മീൻ വറക്കൽ. ഞാനത് വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എവിടേക്കോ. കാരണം മീൻ വറക്കുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊത്തത്തിലൊരു സ്മെല്ല്, പിന്നെ അതേപോലെ നമ്മുടെ ഗ്യാസിൻ്റെ ടോപ്പും ഭയങ്കരമായിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ തെറിച്ച് അങ്ങോട്ട് അലമ്പാവത്തില്ല. അതുകൊണ്ട് വലിയ താല്പര്യമില്ലാത്ത പണിയാണ്. പക്ഷേ നമ്മളുടെ താല്പര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, അതുകൊണ്ടിട്ട് പിന്നെ അത് വറക്കാതിരിക്കാൻ വയ്യ. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ പണി കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ ഇതെൻ്റെ ഒരു പണിയാണ് കേട്ടോ. സെറക്കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് വാരിക്കൊടുക്കാമെന്ന് കരുതി, കാരണം സമയം 10 മണിയായി. അതിനുശേഷം ഇവിടെ കുറച്ച് നമ്മുടെ ഗ്ലാസും കാര്യങ്ങളിലൊക്കെ ഒന്ന് പൊടി പിടിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ തന്നെ അങ്ങ് കളഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ട് കാണില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പൊടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ട്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഞാൻ മുകളിലോട്ടും പെട്ടെന്ന് ഞാൻ ചെയ്ത് തീർത്തു. അല്ലെങ്കിൽ ഈ പണി നടക്കുന്നതുകൊണ്ടിട്ടേ, പുറത്ത് പണി നടക്കുന്നത് കൊണ്ടിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ക്ലീൻ ആയിട്ടിടേണ്ടത് നമ്മളുടെ ആവശ്യം തീർന്നിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് കിട്ടുന്ന സമയമെല്ലാം ഈ ഒരു ഏരിയയും അതേപോലെ തന്നെ ഇത് ഞാൻ എല്ലാ ദിവസവും നമ്മളെപ്പോഴും ഫ്രീ ടൈം, ഇതിപ്പോൾ ഫ്രീ ടൈം അല്ല, പക്ഷേ ഇതിലിങ്ങനെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്ന കാണുമ്പോൾ സാമിന് ഇഷ്ടപ്പെടത്തില്ല, വഴക്ക് പറയും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതങ്ങ് പെട്ടെന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കാണുന്ന ഏരിയ ആണല്ലോ, പെട്ടെന്ന് തന്നെ കൈയുടെ പാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരന് ഇഷ്ടമാകത്തില്ല. അപ്പോൾ പിന്നെ എന്തായാലും ചെയ്തേക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോഴേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ടേബിൾ തുടയ്ക്കാറുണ്ട് കേട്ടോ. കാരണം ടേബിൾ തുടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ കാണാൻ പറ്റും ചില സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ടേബിളും രാത്രി അങ്ങോട്ട് ഞാൻ തുടച്ചിടാറുണ്ട്. അതേപോലെ തന്നെ രാവിലെയും അതേപോലെ തന്നെ ഒരു ഉച്ച സമയത്തും ലഞ്ച് കഴിയുമ്പോഴും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് തുടച്ചിടും. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ ലിക്വിഡ് ഇട്ടിട്ട് എല്ലാ ദിവസവും തുടയ്ക്കാറൊന്നുമില്ല, അത് വല്ലപ്പോഴും തുടയ്ക്കാറേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പം നമ്മൾ ആ ഗ്ലാസ്, നമ്മുടെ റെയിൽസ് ലിക്വിഡ് ഇട്ട് തുടച്ചത് കൊണ്ടിട്ട്, റെയിൽസ് അല്ല, ആ റെയിലിൻ്റെ അവിടെയുള്ള ഗ്ലാസ് ലിക്വിഡ് ഇട്ട് തുടച്ചത് കൊണ്ടിട്ട് ഇത് ലിക്വിഡ് ഇട്ട് തുടയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് വളരെയധികം എന്താ പറയണത്, ഒരുപാട് സമയത്തെ നീണ്ട പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമ്മളുടെ പോത്ത് ഇറച്ചി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പോത്തിറച്ചിയിലേക്ക് നമുക്ക് ഒന്നുകൂടെ ഒരു വരട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ടേസ്റ്റ് മേക്കറായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ വെളുത്തുള്ളി തന്നെയാണ്. വെളുത്തുള്ളി നല്ല രീതിയിൽ ഇടുക. അപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുക്കണ വേറൊന്നുമല്ല, പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് മൊരിഞ്ഞ് കിട്ടും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുമ്പം. അപ്പോൾ അത് മൊരിഞ്ഞ് കിട്ടി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഷാലറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, അതൊക്കെ അറിയാമല്ലോ അല്ലേ, ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ, സോറി. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. അതിന് ശേഷം പിന്നെ നമ്മളുടെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അങ്ങോട്ട് കൊട്ടുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല രീതിയിൽ കൊട്ടി. എൻ്റെ മുഖം കണ്ടില്ലേ, ഞാനങ്ങോട്ട് ടയേർഡായിപ്പോയി, കാരണം സമയം
11:30 മണി കഴിഞ്ഞു മക്കളെ, 11:30 മണി കഴിഞ്ഞു കേട്ടോ. മടിയം മല ചുമക്കും എന്ന് പറയുന്ന പോലെയാണല്ലേ. എന്നിരുന്നാലും കുഴപ്പമില്ല, വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം കിട്ടും. പിന്നെ കഴിക്കുന്നവർക്ക് സന്തോഷം, അത് കാണുമ്പോൾ നമുക്കും സന്തോഷം, അത്രയേ ഉള്ളൂ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലായിട്ട് നമ്മളുടെ പൗഡേഴ്സ് അതിലൊന്ന് ആഡ് ചെയ്യാനുണ്ട്. അതാണ് ഇതിൻ്റെ വരട്ടിയതിൻ്റെ മെയിൻ ടേസ്റ്റ്. നല്ല രീതിയിൽ വരട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ അങ്ങോട്ട് ഞാൻ വറ്റിച്ചു കേട്ടോ. പെരിഞ്ജീരകം, നമ്മൾ ആവശ്യത്തിന് പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പെപ്പറും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റും കൂടി അങ്ങ് വരട്ടുക. എന്നിട്ട് അങ്ങ് അവിടെ ഇരിക്കട്ടെ, അങ്ങോട്ട് നല്ല ടേസ്റ്റ് അങ്ങ് പിടിച്ചോളും. ബീഫ് എങ്ങനെയുണ്ടായിരുന്നു സാമേ? പറഞ്ഞ് പറയിപ്പിക്കുന്ന പോലെ പറയല്ലേ. പറഞ്ഞ് പറയിപ്പിക്കുന്ന പോലെ, അയ്യോ അച്ഛാ തല്ലല്ലേ എന്ന് പറഞ്ഞ പോലെ. സംഭവം കൊള്ളാമായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇപ്പം ഇവയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയ്ക്കേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം എൻ്റെ പരിപ്പ് ഇളകാറായി എന്ന് വേണം പറയാൻ. ഇനിയിപ്പം ഞാനൊന്ന് ഫ്രഷായിട്ട് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഫ്രഷായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇതായിരുന്നു, ഇത്രയ്ക്കുള്ളൂ വിശേഷം. ഇപ്പോൾ കണ്ട നമ്മുടെ ബീഫ് വരട്ടിയത്, ബീഫല്ല പോത്ത് വരട്ടിയത് റെഡിയായി, പോത്തിറച്ചി വരട്ടിയത് റെഡിയായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്, തീർന്നിട്ടില്ല. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ബ്ലെസ്ഡ്, ഹാവ് എ ഗ്രേറ്റ് ഡേ.